ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ 3-ാം തീയതി പൂർത്തിയാകും. കേന്ദ്രവിഹിതം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. 2000 രൂപ മുഴുവനായും കിട്ടാത്ത ദേശീയ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. ഈ ഒരു തുക കുറെ കാലമായി കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ട്, എന്നാൽ സംസ്ഥാന സർക്കാർ തുക അനുവദിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം നൽകുന്നതിന് വേണ്ടിയുള്ള തുക കൂടി മുൻകൂട്ടി അനുവദിക്കാറുണ്ട്. എന്നാലും ഈ ഒരു തുക സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ അവകാശമില്ലാത്തതുകൊണ്ടാണ് ഒരാഴ്ച താമസിക്കുന്നത്. ആ ഒരു തുക കൂടിയാണ് ഇപ്പോൾ 300, 200, 500 രൂപയായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ മുതൽ കയറി തുടങ്ങിയിട്ടുള്ളത്. കിട്ടിയവർ ഒന്ന് കമന്റായി അറിയിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കർഷകരുടെയും കർഷക സംരംഭകരുടെയും കാർഷികാടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെ വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാവുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പയ്ക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങിയ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കും. PMFME, SMAM, MIDH, SHM എന്നിങ്ങനെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agniinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറാണ് 81 73 00 81 97 89 215 40 23 3 90 200 60 507 എന്നീ നമ്പറുകൾ. മറ്റൊരു അറിയിപ്പ്, കോട്ടയം മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. പിടക്കോഴി കുഞ്ഞുങ്ങൾക്ക് 25 രൂപയും പൂവൻ കോഴി കുഞ്ഞുങ്ങൾക്ക് 5 രൂപയുമായിരിക്കും നിരക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 0481 23 73 710 എന്ന നമ്പറിലോ 83 01 89 77 10 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്ന് ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച മുതലാണ് ആരംഭിച്ചത്. ഈ മാസം നീല വെള്ള റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നീല വെള്ള റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യത്തെ അറിയിപ്പ്, നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ജൂലൈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള വിഹിതങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പിങ്കിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. NPS പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അത് പതിവ് പോലെയുള്ള വിഹിതമാണ്. എന്നാൽ മുമ്പില്ലാത്ത വിധത്തിൽ ഈ മാസം 3 കിലോ ഗോതമ്പ് കൂടി നീല റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 രൂപ 70 പൈസ നിരക്കിലാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ഗോതമ്പ് ലഭിക്കുക. ഇതിന് പുറമെ 4 ആട്ട 17 രൂപ, ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതുമാണ്. പൊതുവിഭാഗം NPNS നോൺ സബ്സിഡി നോൺ പ്രയോറിറ്റി വെള്ള വിഭാഗം റേഷൻ കാർഡിന് 4 കിലോ അരിയാണ് റേഷൻ കാർഡിൽ മൊത്തമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. 1 കിലോക്ക് 10 രൂപ 90 പൈസ നൽകണം.
അതാത് താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് 4 കിലോ ആട്ട വരെ ലഭിക്കുന്നതാണ്. ഒരു ആട്ടക്ക് 17 രൂപ നിരക്കിലും നൽകണം. അപ്പോൾ ഈ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് ഏറ്റവും കുറഞ്ഞ വിഹിതങ്ങൾ ലഭിക്കുന്നത്. വെള്ള റേഷൻ കാർഡിനാണ് ഏറ്റവും കുറഞ്ഞ വിഹിതം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ അതിന് അപേക്ഷ വിളിക്കുന്ന സമയത്ത് തന്നെ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഏറ്റവും പാവപ്പെട്ട ആളാണ്, വാടക വീട്ടിലാണ് എങ്കിൽ പോലും പുതിയൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുമ്പോൾ വെള്ള വിഭാഗം റേഷൻ കാർഡാണ് ലഭിക്കുന്നത്. പിന്നീട് ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അപേക്ഷിച്ച് മാറ്റണം. ഇപ്പോൾ ജൂൺ 27-ാം തീയതി മുതൽ ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴിയും ഓൺലൈൻ അപേക്ഷ നൽകാൻ വേണ്ടി സാധിക്കും. വി.ഡി. സതീശൻ സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ മുൻഗണനാ അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഓണത്തിന് മുമ്പ് 1.5 ലക്ഷം പേർക്ക് കൂടി മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡ് നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത എല്ലാ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ളവരും മുൻഗണനാ വിഭാഗത്തിന് വേണ്ടി അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അർഹതയുള്ള പല ആളുകളും മുമ്പ് അപേക്ഷിച്ചിട്ടും കിട്ടാത്ത നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവരും അപേക്ഷിക്കുക. പല ആളുകളും അപേക്ഷിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് പിന്നീട് അവസരങ്ങൾ വരുമ്പോൾ അപേക്ഷിക്കാറില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഒഴിവുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. മൊത്തം ഒഴിവിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം ലഭിക്കുന്ന അപേക്ഷകൾ മുൻഗണന വെച്ച് ആർക്കാണ് കൂടുതൽ അർഹത അവർക്ക് നൽകുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഒഴിവുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷ വന്നാലും ഇതിൽ ഉൾപ്പെടാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL ലിസ്റ്റിന് അർഹനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ് എങ്കിൽ എന്തായാലും പിങ്ക് റേഷൻ കാർഡ് ലഭിക്കും. അപ്പം അത് കിട്ടാൻ വേണ്ടി ആദ്യം തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷ നൽകുകയും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് എങ്കിൽ അപേക്ഷയോടൊപ്പം ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്യുകയാണ് എങ്കിൽ BPL കാർഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം പറഞ്ഞു, അതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങളും സബ്സിഡി ഇതര സാധനങ്ങളും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നതാണ്. ലോകകപ്പ് ഓഫർ സബ്സിഡി ഇതര സാധനങ്ങൾക്കുണ്ട്. ആവശ്യക്കാർ അതെല്ലാം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കുടിശ്ശിക നിവാരണ പദ്ധതിയാണ് സഹകരണ മേഖലക്ക് ആശ്വാസമായിട്ട് ആശ്വാസ് 2026 സംസ്ഥാന സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചു. സഹകരണ സംഘങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് 2026. 100 ദിന കർമ്മ പദ്ധതികൾ ജൂലൈ 1-നാണ് പ്രഖ്യാപിച്ചത് എങ്കിലും ആശ്വാസ് പദ്ധതി ജൂൺ 1 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 31 വരെയാണ് ഇത് നടപ്പിലാക്കുക. പ്രാഥമിക സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയ കാരണത്താൽ വർദ്ധിച്ചു വരുന്ന കുടിശ്ശിക, നിഷ്ക്രിയ ആസ്തി കുറച്ച് നിക്ഷേപകരുടെ താല്പര്യം കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പദ്ധതി കാലയളവിലെ ജപ്തി ലേല നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇതിന്റെ പിഴ പലിശ പൂർണ്ണമായും ഒഴിവാക്കും. 2 ലക്ഷം രൂപ വരെ വായ്പകളിൽ വിവിധ തരത്തിലുള്ള ഫീസുകൾ, കോടതി, പരസ്യ ചെലവുകൾ എന്നിവ സഹകരണ സംഘങ്ങൾ ഒഴിവാക്കും. സ്വർണ്ണപ്പണയ വായ്പ, നിക്ഷേപ വായ്പ എന്നിവ ഒഴികെയുള്ള കാലാവധി കഴിഞ്ഞ MDS, MSS ഉൾപ്പെടെയുള്ള എല്ലാ വായ്പകളിലും ഈ ഇളവ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിരവധി വിഭാഗങ്ങളിലായി നിരവധി കിഴിവുകളാണ് പലിശ ഇനത്തിലും മറ്റുമായിട്ട് ലഭിക്കുന്നത്. പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഓഗസ്റ്റ് 31 വരെയാണ് സമയമുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവില മുകളിലോട്ട് തന്നെ കുതിച്ചുയരുകയാണ്. ഇന്ന് വൈകിട്ട് ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയും കൂടി. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,350 രൂപയും പവന് 1,06,800 രൂപയുമായിട്ടുണ്ട്.